എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ബർത്ത്ഡേ 1st 10th 19th ആൻഡ് 28th ഇങ്ങനെ ബർത്ത് ഡേറ്റിലുള്ള ആൾക്കാർക്കുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സിന് അവർക്കുള്ള മെസ്സേജ് എന്ന് നോക്കാം. അപ്പോൾ ബർത്ത്ഡേയ്സ് ഞാൻ ഓൾറെഡി തമ്പനിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1, 10, 19 ആൻഡ് 28. ഇത്രയും ഡേയ്സിനകത്ത് വരുന്ന ബർത്ത്ഡേയ്സ് അവർക്കുള്ള യൂണിവേഴ്സിനുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 1 by 1 എല്ലാ മെസ്സേജസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മെസ്സേജ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഡേറ്റ്സിലുള്ള ആൾക്കാർക്ക് ഇനി അടുത്ത ഈ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയും അതേപോലെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷമം വരാൻ പോകുന്ന ഒരു ടൈമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പം ഈ ബർത്ത്ഡേയ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരിൽ കുറേ പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയില്ല എക്സ്പെക്ട് ദ വേഴ്സ്റ്റ് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് വറിയും ഒരുപാട് സങ്കടം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാവാം, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാവാം. അതായത് നിങ്ങൾക്കിപ്പം എപ്പോഴും എന്തോ ആലോചനയിലിരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. കുറേ പേർക്ക് ഈ ഒരു ബർത്ത്ഡേ വരുന്ന കുറേ പേർക്ക് എന്തൊക്കെയോ സങ്കടങ്ങൾ, എന്തൊക്കെയോ സ്ട്രെസ്സും എന്തൊക്കെയോ വിഷമങ്ങളും, ഉദ്ദേശിച്ച മാതിരി അങ്ങോട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ ഭയങ്കര മോശമാണോ എന്ന് വെച്ചാൽ ഭയങ്കര മോശമല്ല, പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യം കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത്യാവശ്യം കഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേടുന്ന സമയത്ത് തന്നെ സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്ലീപ്ലെസ് നൈറ്റാണ്, നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മറ്റു കുറേ പേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയൊരു കരിയറോ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്ത ആൾക്കാർക്ക് വിവാഹം ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് പഠിക്കാൻ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ ഇരുന്ന ആൾക്കാർക്ക് അതായിരിക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ്. അല്ലെങ്കിൽ വീട്, കാറ്, അങ്ങനത്തെ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. പക്ഷേ സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും വിഷമവും ഒക്കെ ഉണ്ട്. ചിലർക്ക് ഫാമിലി ലൈഫിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, ചിലർക്ക് ഫാമിലി ലൈഫും കരിയറും ഒക്കെ കൂടിയുള്ള പ്രശ്നങ്ങളായിരിക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള ആൾക്കാരുടെ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ ലൈഫിൽ, അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നല്ല പോലെ പാര പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ ജോലിയുടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ കുറേ പേരൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലും കാണുന്നുണ്ട്. കുറേ പേര് നിങ്ങളെ നന്നായിട്ട് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പണമായിരിക്കാം, നിങ്ങളുടെ പേര് ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ആയാലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നടിച്ച് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിന് പറയുന്ന അടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിൽ കുറേ പേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേടി. ഇപ്പോൾ ജോലിയായിട്ടും പൈസയായിട്ടും സ്വത്തായിട്ടും വീടും അല്ലെങ്കിൽ വീട്ടുകാരും എല്ലാം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഇന്നർ ഹാപ്പിനെസ് ഇല്ല. എന്തോ ഒരു ഇമോഷണലായിട്ട് നിങ്ങൾക്ക് ആരെയും അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേർ നമ്മളിലുണ്ടല്ലോ. പക്ഷെ തിരിച്ച് നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. എല്ലാം ഉണ്ടെങ്കിലും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിൽ കുറേ പേർക്ക് കാണുന്നത്. നിങ്ങൾക്ക് വളരെ കഴിവുള്ള വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു ഹാപ്പിനെസ് വരുന്നില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സങ്കടം. എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അപ്പം അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ
മെഡിറ്റേഷനും അങ്ങനത്തെ സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഈ ഒരു സമയവും കടന്നു പോകുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു നല്ല കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങളൊന്നും നല്ലതല്ല, പക്ഷേ ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മളെ ഭാവിയിലേക്ക് കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. പിന്നെ കുറേ പേർക്ക് ഇപ്പം ഞാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന കാർഡും മെഡിറ്റേഷൻ കാർഡാണ്. അപ്പം നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ് എന്നാണ് യൂണിവേഴ്സും പറയുന്നത്. നിങ്ങളുടെ കുറേ ആൾക്കാരുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോന്നും ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നതും ഫീൽ ചെയ്യുന്നതും നിങ്ങളിൽ കുറേ പേർക്ക് ഇൻഡ്യൂഷൻ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കപ്പോൾ സ്പിരിച്വലായിട്ടൊരു ഗ്രോത്ത് കാണുന്നുണ്ട് കുറേ പേർക്ക്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഹാപ്പിനെസ് കിട്ടാത്തത്. നമ്മൾ അൾട്ടിമേറ്റായിട്ട് സ്പിരിച്വൽ ആവാനാണ് ഒരു നിശ്ചയം, അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടം അതാണ് എങ്കിൽ പിന്നെ നമ്മൾക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കുറയും. എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം കിട്ടാത്ത ഒരവസ്ഥ. ഇപ്പം ബുദ്ധ ഭഗവാന്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന് പറയുന്നത് മാതിരി നിങ്ങളുടെ ലൈഫിൻ്റെ ആ പർപ്പസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളെ ഇങ്ങനെ വിഷമങ്ങൾ ഉണ്ടാവുന്നതും നിങ്ങൾക്ക് ഹാപ്പിനെസ് കുറയുന്നതും ഒക്കെ ആ ഒരു കാരണത്തിൻ്റെ ബേസിസിലായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് കുറേ പേർക്കൊക്കെ സ്പിരിച്വാലിറ്റിയാണ് കാണുന്നത്. പിന്നെ മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ഫോക്കസ് കുറവ് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാട്ടത്തിന് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഓടിയാൽ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും എടുത്തു ചാടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ഒന്നും ആലോചിച്ചില്ല എങ്കിൽ ഈ മാസം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് സൂക്ഷിക്കുക. എന്തെങ്കിലും ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും എങ്ങനെയൊക്കെ വന്നാലും ഒന്ന് കരുതി സമാധാനമായിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറും. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിൽ കുറേ പേരൊക്കെ ഇങ്ങനെ എടുത്തു ചാടുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ തന്നെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കുറേ പേർക്കൊക്കെ പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. അത് ഈ ഒരു മാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും കേസ് വരുന്നതായിരിക്കാം. അതല്ലെങ്കിൽ വാഹനം എവിടെയെങ്കിലും പോയിരിക്കുകയോ, അല്ലെങ്കിൽ വാഹനത്തിന് റിപ്പയർ ആയിട്ടോ, അല്ലെങ്കിൽ വീടിൻ്റെ റിപ്പയർ ആയിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുന്നതോ, അല്ല അച്ഛനമ്മമാർക്ക് ചികിത്സയ്ക്കായിട്ടോ. അപ്പോൾ എന്തോ നിങ്ങളുടെ അടുത്തുനിന്ന് പണം പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സിന് പറയാനുള്ള ഒരു മെസ്സേജ്. നിങ്ങൾ കുറേ പേരൊക്കെ ഇങ്ങനെ പഠിക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ വായിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ PhD അല്ലെങ്കിൽ MPhil അങ്ങനത്തെ രജിസ്ട്രേഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ വരുന്ന സാധ്യത കാണുന്നുണ്ട്. ജോലി വേറെ അന്വേഷിച്ച ആൾക്കാർക്കൊക്കെ ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഈ ഒരു ബർത്ത്ഡേസ്, അതായത് 1, 10, 19, 28 ജനിച്ച ആൾക്കാരുടെ ലവ് ലൈഫും കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു കറൻറ്റ് ഫീലിങ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ആ ഒരു ലൈഫിൻ്റെ ഇഷ്യൂസും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് ക്രഷുള്ള ഒരു വ്യക്തി ഉണ്ട്. നിങ്ങളുടെ കുറേ പേർക്കെങ്കിലും ഉണ്ടാവും. നമ്മളിപ്പം വിവാഹം കഴിച്ചവരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്കും ചിലപ്പം ക്രഷൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരാളെങ്കിൽ ആ ആൾക്ക് നിങ്ങളോടും വളരെയധികം ഇഷ്ടമാണ് എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് യൂണിവേഴ്സിന് തരാനുള്ള ലവ് മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒരു വ്യക്തിനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിവാഹം കഴിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു. ആ ആളെ മറന്ന് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കാർഡുമായിട്ട് ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും വരും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കാതെ വരാൻ പോകുന്ന ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പം യൂണിവേഴ്സിന് ഇനി എന്തെങ്കിലും മെസ്സേജ്, എന്തെങ്കിലും ഒരു ലവ് മെസ്സേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
ന്യൂ അഡ്വഞ്ചർ ഇൻ ലവ് ഇസ് കമ്മിങ്, ഗെറ്റ് റെഡി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ലവ് ലൈഫിൽ നിങ്ങൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ചിലപ്പം വിവാഹം കഴിച്ചിട്ടാണെങ്കിൽ ഡിവോഴ്സിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യത ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു വ്യക്തി വരുന്നതായിട്ടാണ് കാണുന്നത്. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഒരു കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഫെബ്രുവരി മാസത്തിൽ അതിനൊരു മാറ്റം വലുതായിട്ട് കാണുന്നില്ല. അടുത്ത ഈ ഒരു മാസം കഴിയുമ്പോഴുള്ള റീഡിങ്ങിൽ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് പാത്ത് എന്ന്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.